ഡൊമിനിക് ആൻഡ് ദി ലേഡി ബേഴ്സ് കണ്ടിട്ട് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാനുള്ള തോട്ടൊന്നും വന്നില്ലെങ്കിലും ഗൗതം മേനോൻ കുറച്ച് ദിവസമായിട്ട് എൻ്റെ തോട്ട്സിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡൊമിനിക് ആൻഡ് ദി ലേഡി ബേഴ്സ് കണ്ടിട്ട് ഒട്ടും സീരിയസ് അപ്രോച്ച് ഇല്ലാതെ എടുത്തൊരു സിനിമ പോലെയാണ് തോന്നിയത്. ഒരു പരിധിവരെ വളരെ ബോറിംഗ് പ്രസൻറ്റ് ചെയ്ത് ഫൈനൽ ആക്ടിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഓവറോൾ പ്രോസസ്സിൽ ഈ സിനിമ വീണു എന്നിങ്ങനെയാണ് തോന്നിയത്. ഇത് പക്ഷേ സിനിമയുടെ നരേറ്റീവുള്ള പ്രശ്നമാണെങ്കിലും എടുത്തു വെച്ച രീതികളിലും പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫിയൊക്കെ ഒരു ജോക്ക് പോലെ തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ഇക്കയൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയി ഒരു തരത്തിൽ ആടി അടിക്കുന്ന പോലെ തോന്നിയിരുന്നു. പിന്നെ എല്ലാ സെഗ്മെൻറ്റിലും ഒന്ന് ഓവർ ആക്ടിങ് ഇട്ട് പോകുന്ന ഗോകുൽ സുരേഷ് ചെയ്ത ക്യാരക്ടറും സിനിമയിൽ ആവശ്യമുള്ള പോലെ തോന്നിയിട്ടില്ല. പിന്നെ സിനിമയുടെ ബഡ്ജറ്റ് വെട്ടി ചുരുക്കാൻ വേണ്ടിയിട്ട് ഒപ്പിച്ചെടുത്ത് ഷൂട്ട് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ട്. ആ ലേസിനെസ് സിനിമ കാണുമ്പോൾ ഒരു കല്ലുകടിയായിട്ട് മാറിയിട്ടുണ്ട്. ഗൗതം മേനോൻ്റെ മേജർ ഡൗൺഫോൾ തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഈ സിനിമ റിലീസാക്കാൻ പറ്റാതെ വരുന്നത് ഇദ്ദേഹത്തെ ഒരുപാട് ഡാമേജ് ചെയ്തിട്ടുണ്ട്. കാര്യമായ ഹെൽപ്പ് കിട്ടാത്തത് കാരണമാണ് ആക്ടിങ്ങിലോട്ട് തിരിഞ്ഞത്. പിന്നെ കമ്പാരിറ്റീവ്ലി ഡയറക്ഷൻ പോലെ അത്ര ടഫ് പരിപാടിയല്ല ആക്ടിങ് എന്നത് കാരണം കുറേ സിനിമയിൽ ഇപ്പോൾ ഗൗതം മേനോൻ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ധ്രുവ നക്ഷത്രം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള സാഹസമാണെന്ന് മാത്രം. അതിൻ്റെ ഇടയിൽ നരകാസുരൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയിട്ട് അതും പെട്ടിയിലായി. 2016 മുതൽക്ക് ഗൗതം മേനോന് അത്ര നല്ല ടൈമല്ല. AYM, ENPT എന്ന സിനിമകൾക്ക് മോശമായിരുന്നു. ജോഷുവ നല്ല സിനിമയൊന്നുമല്ല, പക്ഷേ ആക്ഷൻ ഗ്രേഫ് നൈസാണ്, ഷോട്ട് ചെയ്ത് വെച്ച രീതികൾ കൊള്ളാം, കഥ പറച്ചിൽ തിരക്കേടില്ല. ഇങ്ങനെ ടെക്നിക്കലി എന്തൊക്കെയോ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന കാരണത്താൽ കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ഫിലിം. പക്ഷേ ഇതിൻ്റെ അടുക്ക് വന്നൊരു ജീവിയും ചിത്രമുണ്ട്, വെന്ത് തനിന്തത് കാട് വീട്ടിക്ക്. ഗൗതം മേനോൻ ഇങ്ങനത്തെ സ്ട്രഗിളിംഗ് ഫേസിൽ നിൽക്കുമ്പോൾ പോലും എനിക്ക് ഇപ്പോഴും നല്ല രീതിയിൽ സിനിമ ചെയ്യാൻ അറിയാം എന്ന രീതിയിൽ എടുത്തൊരു സിനിമ പോലെയാണ് വീട്ടിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗാങ്സ്റ്റർ സ്റ്റോറി, സബ്പ്ലോട്ടായി വരുന്ന റൊമാൻസ് പോർഷൻ, ഇതെല്ലാം നൈസാണ്. ഗൗതം മേനോൻ അദ്ദേഹത്തിൻ്റെ സോണിലോട്ട് തിരിച്ചു വരുന്ന കൈൻഡ് ഓഫ് ഫിലിമായിരുന്നു ഇത്. ഈ സിനിമ കാരണമാണ് ഇപ്പോഴും ഗൗതം മേനോൻ ഒരു കംബാക്ക് നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി എല്ലാ ഇൻഡസ്ട്രിയിലും ഗൗതം മേനോന്റെ ഡെബ്യൂ ചിത്രങ്ങൾ കൾട്ട് ബേസ് ഉണ്ടാക്കിയ സിനിമകളാണ്. ബോളിവുഡിൽ രഹനായ തെരെ ദിൽ മേ എന്ന പേരിൽ GVMൻ്റെ തന്നെ മിന്നലർ റീമേക്ക് ചെയ്തപ്പോൾ റിലീസ് ടൈമിൽ ഒരു ബോക്സ് ഓഫീസ് ഫെയിലർ ആയിരുന്നെങ്കിലും പിന്നീട് ഭീകര കൾട്ട് ബേസ് ഉണ്ടാക്കിയൊരു സിനിമയാണ് ഇത്. റിലീസൊക്കെ ഇറക്കി കഴിഞ്ഞ വർഷം നോർത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു മിന്നലേക്ക് പോലും ഈ ഒരു ലെവലിൽ കൾട്ട് ഉണ്ടാവില്ല എന്തായാലും. തെലുങ്കിലെ ഡെബ്യൂ ചിത്രമായ കാക്കകാക്കയുടെ റീമേക്കായ ഘർഷണയും തിയേറ്ററിക്കലി ഹിറ്റും എന്നാൽ വൻ കൾട്ട് സൃഷ്ടിച്ചൊരു സിനിമയായിരുന്നു അത്. റീസെൻ്റ്ലി ആണ് ഈ സിനിമ കണ്ടത്. വെങ്കടേഷ് ആ സിനിമയിൽ വൻ കിടുവാണ്. നോൺ തമിഴ് സിനിമകളിൽ ഇത്തരം ട്രാക്ക് റെക്കോർഡുള്ള GVM മലയാളത്തിൽ വന്നപ്പോൾ നമ്മളെ മൊത്തത്തിൽ മുടിച്ചു വിട്ടാങ്ക എന്ന ലെവലിൽ ആയിപ്പോയി. ഇനിയൊരു ഇറങ്കബായ് മൊമെൻറ്റ് എപ്പോൾ വരുമോ എന്തോ. ഭരദ്വാജ് രംഗനുമായിട്ട് റീസെൻ്റ്ലി വന്നൊരു ഇൻ്റർവ്യൂവിൽ എന്നെ നോക്കി പായും തോട്ടം ഞാൻ സംവിധാനം ചെയ്ത സിനിമയല്ല, അത് മറ്റാരോ എടുത്ത സിനിമയാണ് എന്ന് GVM പറഞ്ഞിരുന്നു. ചുമ്മാ ഒരു ബ്ലെയിം ഏറ്റെടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഒരു എസ്കേപ്പ് നടത്താൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ് അത് തോന്നിയെങ്കിലും റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന രീതിയിൽ ചിന്തിച്ചപ്പോൾ ധനുഷിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊരു ഡൗട്ട് തോന്നി. കാരണം ധനുഷിൻ്റെ ഗോസ്റ്റ് ഡയറക്ഷൻ ഉള്ള സിനിമയാണ് മാരൻ, ആൻഡ് കൈവച്ച് കുളമാക്കിയ സിനിമയാണ് നാണയ ഒരുവൻ എന്നൊക്കെ ധനുഷിനെ കുറിച്ചിട്ട് ഓൾറെഡി മുന്നേ വന്നിട്ടുള്ള റൂമേഴ്സാണ്. ഗൗതം മേനോൻ അത് തന്നെയാണ് ഇവിടെയും പറയാൻ ശ്രമിച്ചത് എന്നൊരു സംശയമുണ്ട്. ഗൗതം മേനോൻ ഒരു കംബാക്ക് നടത്തിയാൽ അത്രയും സന്തോഷം. സിനിമ നന്നായാലും ഇല്ലെങ്കിലും ആ ധ്രുവ നക്ഷത്രം ഒന്ന് റിലീസായി കിട്ടിയാൽ അത്രയും ആശ്വാസം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.